അപ്പോൾ ഫോക്സ് നമുക്ക് ഓഖ സ്റ്റേഷനിൽ ഒരു ചെറിയ യാത്ര പോയാലോ. ദ്വാരക്കയിലേക്കാണ് പോകുന്നത്. അങ്ങോട്ട് ട്രെയിൻ വന്നു വെച്ചു. ഇങ്ങോട്ട് ട്രെയിൻ കിട്ടിയ ട്രെയിൻ വരാം, അല്ലെങ്കിൽ നമുക്ക് ബസ്സിനോ ഓട്ടോറിക്ഷയ്ക്കോ എല്ലാം വരാം. നമുക്ക് സ്റ്റേഷനുള്ളിലേക്ക് 3:15 ട്രെയിന്. അൺറിസർവ് ആണ്, അപ്പോൾ ടിക്കറ്റ് എടുക്കണം. ഇതാണ് ഓഖ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 2ഉം 3ഉം കേട്ടോ. കഴിഞ്ഞ വീഡിയോ നമുക്ക് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. ഇനി അപ്പുറത്തേക്കാണ് കോച്ചിങ് ഡിപ്പോവും പിറ്റ് ലൈൻസും ഒക്കെ ഉള്ളത്. അവിടെ ഒരു ഓഖ ഷാലിമാന റേക്ക് കിടക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്കാണ് പിറ്റ് ലൈനും. അപ്പോൾ ഇതാണ് നമുക്ക് പോകേണ്ട വണ്ടി. ബാക്കിൽ തന്നെ ഇരിക്കുക. അപ്പോൾ അങ്ങനെ കൃത്യം 3:15 വണ്ടി ഓഖയിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. 3:15 പുറപ്പെടുന്ന ഓഖ ഭാവ്നഗർ എക്സ്പ്രസ് ഉണ്ട്. ഇതൊരു പാസഞ്ചർ ട്രെയിനാണ്. ചറപറ നല്ല സ്ഥലത്ത് നിർത്തി ഇപ്പം വണ്ടിയാണ്. സാബർമതി ഷെഡിൻ്റെ 11564 WDM 3D. ഇതാണ് മീഠാപൂർ സ്റ്റേഷൻ. ഒരു ഓൾഡ് സ്റ്റേഷനാണ്. അങ്ങനെ മീഠാപൂർ കഴിഞ്ഞു.
ടാറ്റ കെമിക്കൽസുകാർ ഉപ്പളം വല്ലതും ആണോ എന്നൊരു സംശയം. ഇതാണ് ഭീംറാണ എന്ന് പറഞ്ഞ സ്റ്റേഷൻ. ഇതൊരു ക്രോസിംഗ് സ്റ്റേഷൻ ആണോ എന്നൊരു സംശയം കേട്ടോ. അവിടെ സ്റ്റാഫൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഇനി ഇപ്പോഴത്തെ സൈഡിൽ ഒരു ലൈനുണ്ട് കണ്ടോ. ഇതൊരു ക്രോസിംഗ് സ്റ്റേഷൻ പോലത്തെ സെറ്റപ്പാണിത്. പക്ഷെ നമ്മൾ മെയിൻ ലൈനിൽ തന്നെ നിൽക്കുന്നത്. നമുക്കിന്നൊരു വാപ്പ് 5 കേട്ടോ. ക്രോസിങ്ങിനുള്ള വണ്ടി വരുന്നുണ്ട്. ഈ റോഡ് ഷെഡിൻ്റെ 37371. ഏതാ വണ്ടി എന്നറിയോ? ഇവൻ നാളത്തെ വണ്ടി. ഇന്നത്തെ നാളെ നമുക്ക് തിരിച്ചു പോകാനുള്ള വണ്ടി ഇതാണ്. ഇവനിപ്പോൾ നേരെ ഓക്കെ ചെന്ന് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് രാത്രി കിടന്നുറങ്ങി രാവിലെ കുട്ടപ്പനായിട്ട് നമ്മളെ കൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് പോകും. 12 സ്ലീപ്പർ കോച്ചുള്ള വളരെ റെയറായിട്ടുള്ള ഒരു LHB ട്രെയിനാണിത്. വളരെ റെയറായിട്ട് LHB ട്രെയിനിൽ 12 കോച്ചുള്ളത്. B2 A1 ആകെ 3 AC കോച്ചുകൾ. അപ്പോൾ ഈ ട്രെയിനിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നാളെ കാണാം. അപ്പോൾ ഈ സ്ട്രെച്ചിൽ ഭീംറാന ഒരു ക്രോസിംഗ് സ്റ്റേഷൻ കിട്ടുക. കാരണം ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഭീംറാന കാണിച്ച ലൊക്കേഷൻ തെറ്റാണ്. ഗൂഗിൾ മാപ്സിലെ ഭീംറാൻ്റെ ലൊക്കേഷൻ തെറ്റായിട്ടാണ് കാണിക്കുന്നത്. അതാണ് എന്നെ കൺഫ്യൂസ് ചെയ്തത്. ഇത് വന്ദേ ഭാരത് ഓടുന്ന റൂട്ട്. പക്ഷേ വന്ദേ ഭാരത് വെളുപ്പിന് 3 മണിക്ക് ഓക്കെയാണ് പോകും. അതുകൊണ്ട് വന്ദേ ഭാരത് കാണില്ല. രാത്രി 12:30 എങ്ങാണ്ട് വരുന്നത് 3 മണിക്ക് തിരിച്ചു പോവുകയും ചെയ്തത്. പക്ഷേ ഓഖ പോലെ ഒരു ചെറിയ ടൗൺ. ഓഖ വളരെ ചെറിയ ടൗണാണ്. പക്ഷേ ഇവിടെ പോർട്ടും അതുപോലെ കോസ്റ്റ് ഗാർഡ് പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. എനിക്ക് അതുകൊണ്ടുള്ള തിരക്കാണ് ഓഖയിലേക്ക് വരുന്നത്. ഈ റൂട്ടിന് മൊത്തം ഇങ്ങനെ മുൾച്ചെടിയും ഇതൊക്കെ കേട്ടോ. നല്ല കാറ്റാണ്. എനിക്ക് നമ്മുടെ കടലിനോട് അടുത്തായതുകൊണ്ട് ഭയങ്കര കാറ്റാണ് ഇവിടെ. നമ്മൾ ദ്വാരകയിലേക്ക് എത്തുകയായി. അങ്ങനെ ദൂരെ ദ്വാരക അമ്പലം കാണാൻ പറ്റുന്നുണ്ട്. കാണുന്നതാണ് ദ്വാരകാ മന്ദിർ എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. മറ്റേ ഓറഞ്ച് സാഫ്രൺ കൊടിയുള്ള കാണുന്നുണ്ടാവില്ല. കാര്യം അൺഫോർച്യുനേറ്റ്ലി ഇന്ന് 2 ഡയറക്ഷനിലും വെയിൽ നമുക്ക് നേരെ മുന്നിലേക്കാണ് വന്നിരിക്കുന്നത്. വണ്ടി ഏത് പ്ലാറ്റ്ഫോമിലൂടെ കയറുന്നതെന്നുള്ളൊരു രണ്ടിലേക്കാണ് തോന്നുന്നു. ഈ സമയത്ത് വേറെ വണ്ടി ഒന്നും ഇല്ലെങ്കിലും 2 കൊണ്ട് കയറ്റുന്നില്ല. 2 കൊണ്ട് കയറ്റുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പാലം കയറി മറിയണം. പാലം കയറി ഇപ്പുറത്ത് വരണം. കുഴപ്പമില്ല. അങ്ങനെ നമുക്ക് ഓഖയുടെ പ്ലാറ്റ്ഫോം നമ്പർ 2 കാണാൻ പറ്റി. പിന്നെ ഓഖ സ്റ്റേഷൻ പുറത്തുനിന്ന് ദ്വാരകാ സ്റ്റേഷൻ ഓഖ എന്ന് പറയുന്നത്. ദ്വാരകാ സ്റ്റേഷൻ നമുക്ക് ഒന്ന് പുറത്തുനിന്ന് കവർ ചെയ്യാം. പിന്നെ ഇവിടെ നല്ല അടിപൊളി തിരക്ക് കയറാനുണ്ട്. ഇതാണ് ദ്വാരക. ശ്രീകൃഷ്ണൻ്റെ ക്യാപിറ്റലായിരുന്ന ദ്വാരക. പിന്നെ ഇപ്പോൾ ബാക്കി ഞാൻ ഇറങ്ങിയിട്ട് കാണിക്കാം കേട്ടോ. നല്ല തിരക്ക് കയറാണ്ട് ഇവിടുന്ന്. അപ്പോൾ അങ്ങനെ വണ്ടി വന്ന് നിന്നു.
നല്ല ഇടി കണ്ട, റിസർവേഷൻ കോച്ചിലൊക്കെ ഇടി ഏരിയ. നല്ല ഇടി ഉണ്ട് ഇവിടുന്ന്, അടിപൊളി തിരക്കാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. എന്നാൽ പിന്നെ ഞാൻ ഈ പുറത്തിറങ്ങിയിട്ട് ദ്വാരകാ സ്റ്റേഷനിൽ പുറത്തുനിന്ന് കാണിച്ചേക്കാം. എന്നിട്ട് ഞാൻ പതുക്കെ അമ്പലത്തിലേക്ക് പോകണ പണി പറയാം. മണി 4 5 മണിക്കേ തുറക്കുള്ളൂ എന്ന് പറയുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം. ഓഹ ഭാവനഗർ ജസ്റ്റ് വിട്ടു പോന്നു. ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 1. ഇവിടെ റിട്ടയറിംഗ് റൂം സൗകര്യം അവൈലബിൾ ആണ്. അപ്പുറത്തായിട്ടൊരു എക്സിക്യൂട്ടീവ് ലൗഞ്ചും ഉണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ റിട്ടയറിംഗ് റൂം. ഇവിടെ ഡോർമിറ്ററീസും റിട്ടയറിംഗ് റൂംസും ഉണ്ടെന്നാണ് പറയുന്നത്. ഡോർമിറ്ററി 300 രൂപ മുതൽ നേടിയിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാനത് ഓർത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഇവിടെ താമസിച്ചേനെ. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റേഷൻ. നമുക്ക് സ്റ്റേഷൻ ബിൽഡിംഗ് ഒന്നും കൂടെ മെയിൻ ബിൽഡിംഗ് ഒന്ന് കണ്ടിട്ട് നമുക്ക് പുറത്തിറങ്ങിയേക്കാം. മണി 4 ആവുന്നേ ഉള്ളൂ. ഇതാണ് ടെർമിനൽ ബിൽഡിങ്. ഇനി അടുത്ത വണ്ടി ഇടുന്നത് 5:46 അത് പിടിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇതാണ് മെയിൻ ടിക്കറ്റ് കൗണ്ടേഴ്സുമെല്ലാം. പുറത്തിറങ്ങി നോക്കാം. ഷെയർ ഓട്ടോ. ശ്രീകൃഷ്ണൻ നല്ലൊരു പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണൻ്റെ തലസ്ഥാനമായിരുന്നല്ലോ. ഇതാണ് ദ്വാരക റെയിൽവേ സ്റ്റേഷൻ. അമ്പലത്തിൻ്റെ അതേ പാറ്റേൺ ആണെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ അമ്പലം കണ്ടിട്ടില്ല, ഫോട്ടോസ് കണ്ടിട്ടേ ഉള്ളൂ. കണ്ടിട്ട് അതുപോലെ തന്നെ ഉണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മളങ്ങനെ ദ്വാരകാധീശ് അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നു. അമ്പലത്തിന് അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാര്യം ഞാൻ ചെന്നപ്പോൾ അമ്പലം ഏകദേശം തുറക്കുന്ന സമയമായിരുന്നു. എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടുന്ന് നടന്നു, കുറേ ദൂരം നടന്നു റെയിൽവേ സ്റ്റേഷൻ. കാര്യം ഇവിടെ ഓട്ടോ ഒന്നും ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ദൂരം ഞാൻ നടന്നപ്പോഴാണ് ഒരു ഓട്ടോ കിട്ടിയത്. അങ്ങനെ ഓട്ടോന് കയറി അമ്പലത്തിനോട് ചെന്നപ്പോൾ തന്നെ 4:30 കഴിഞ്ഞു. പിന്നെ അവിടെ 4:30 ആയി അപ്പോൾ ഓൾമോസ്റ്റ്. പിന്നെ ലഗേജ് വയ്ക്കുന്ന സ്ഥലത്ത് അവിടെ നല്ല ക്യൂ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മുടെ ബാഗും ഫോണും പിന്നെ അതുപോലെ ചെരുപ്പും ഒക്കെ വെച്ചിട്ട് അമ്പലത്തിനോട് പോകുമ്പോൾ അവിടെ ഭയങ്കര ക്യൂ, ഭീകര ക്യൂ. അപ്പോൾ ഇവിടെ ഈ ദ്വാരക്കയിലൊരു സംഭവമുണ്ട്. അവിടുത്തെ ഈ ലോക്കൽ ഗൈഡുമാരുണ്ട്. അവർ നമ്മളെ അകത്ത് കൊണ്ടുപോയി തൊഴിച്ചിട്ട് കൊണ്ടുവരും. എന്താ പറയുന്നത്, പ്രീമിയം ദർശനം എന്ന് പറഞ്ഞു. അതിന് അവരൊരു കാശ് മേടിക്കും. അപ്പോൾ അതിന് അയാൾ ആദ്യം 400 രൂപ പറഞ്ഞു. പിന്നെ അയാൾ പറഞ്ഞു 200 തന്നാൽ മതി, വേറൊരു ഫാമിലിയുടെ കൂടെ എന്നെ കെട്ടിക്കൊണ്ടു. അങ്ങനെ ഒരു ഫാമിലിയുടെ കൂടെ കയറ്റിക്കൊണ്ട് 200 രൂപ മേടിച്ചു. അതുകൊണ്ട് എന്ത് പറ്റും വെച്ചാൽ 15 മിനിറ്റ് ഉണ്ട് അകത്ത് പോയി. നമ്മൾ കറക്റ്റ് ഉള്ളിലെത്തിയപ്പോൾ കറക്റ്റ് 5 മണി. നട തുറക്കുന്നേ ഉള്ളൂ. നട തുറക്കുന്നത് കാണാൻ പറ്റി. അത് കഴിഞ്ഞ് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ വയ്ക്കുക, നല്ല വാദ്യമൊക്കെ, നല്ല എക്സ്പീരിയൻസ് ആണത്. അത് കഴിഞ്ഞ് 5:15 ഞാൻ പുറത്ത് വന്നു കഴിഞ്ഞു. പുറത്ത് വരുമ്പോൾ നല്ല ഭീകര ക്യൂ ആണ്. പിന്നെ പുറത്തു നിന്ന് അവിടെ കുറച്ച് നേരം ക്യൂ നിൽക്കേണ്ടി വീണ്ടും ബാഗും ഫോണൊക്കെ തിരിച്ചെടുത്ത് ഇപ്പോൾ ഒരു 5:45 സ്റ്റേഷനിലെത്തി. 5:45 വരുന്ന നാഥ്വാര ഓഖ എക്സ്പ്രസ് ലേറ്റ് ആയതുകൊണ്ട് നമുക്കിന്ന് ട്രെയിൻ തന്നെ കിട്ടും തിരിച്ചു പോകാൻ. ഈ ട്രെയിൻ തിരിച്ച് പിടിച്ച് നമുക്ക് ഓഖയിൽ പോയി ഇറങ്ങാം. വണ്ടി വരേണ്ട സമയമൊക്കെ കഴിഞ്ഞു. വൈറസ്മൈ ട്രെയിൻ പ്രകാരം വണ്ടി ഇപ്പോൾ എത്തേണ്ടതാണ് ഇവിടെ. പക്ഷേ ഈ റൂട്ടിൽ വൈറസ്മൈ ട്രെയിൻ ഒരുപാട് എറേഴ്സ് ഉണ്ട്. കാരണം എനിക്ക് തോന്നുന്നു മൊബൈൽ നെറ്റ്വർക്കിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. എന്നാലും വണ്ടി വന്നിട്ടില്ല ഇതുവരെ. വണ്ടിക്ക് ഫ്രണ്ടിലും ബാക്കിലും ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്നാണ് ഇത് പറയുന്നത്. നമ്മുടെ NTS പറയുന്നത്. ആ ഒരു വിശ്വാസം ഞാൻ ഫ്രണ്ടിലങ്ങ് വന്ന് നിൽക്കുകയാണ്. ഒരു ശബ്ദം ഉണ്ടാക്കാണ്ട് ഒരു ഹോണടി പോലും ഇല്ലാണ്ട് വണ്ടിയും കയറിയും വന്നു. ഇതാ വരുന്നു നമ്മുടെ വണ്ടി. എത്ര നീളം ഉണ്ട് റേക്കിനെന്ന് അറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ വരെയൊക്കെ വരും തോന്നുന്നു. വാപ്പ് 737111 വഡോദര ഷെഡിൻ്റെ ഇതൊരു ഓഖ ബേസ് റേക്കാണ്. പിന്നെ വേറെ ഏതെങ്കിലും ട്രെയിനോടെ റേക്ക് ഷെയറിംഗ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് രാജസ്ഥാനിലെ നാഥ്ദ്വാര എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്നത്. നാഥ്ദ്വാര എന്ന് പറയുന്നത് ശ്രീനാഥ്ജി അമ്പലത്തിന് വളരെ ഫേമസ് ആണ്. ശ്രീനാഥ്ജി എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ചെറുപ്പകാലം ഉള്ളൊരു രൂപമാണ്. നാഥ്ദ്വാര ഓഖ ബിലാസ്പൂർ. വണ്ടി നിൽക്കട്ടെ. പ്രതീക്ഷിച്ച പോലെ തന്നെയാണ്. ട്രെയിൻ കാലിയാണ്, ഒരു മനുഷ്യനില്ല. അവിടെ ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പോകാനുള്ളവരുണ്ട്, അത്രയുള്ളൂ, വേറെ ആരുമില്ല. എനിക്കാണ് നല്ല സീറ്റിംഗ് കിട്ടും. നല്ല എമർജൻസി എക്സിറ്റ് വിൻഡോ ആണ്. നമുക്കിങ്ങനെ ഫുള്ള് തുറന്ന് വെച്ച് പിടിക്കരുത്. അപ്പം നമ്മളങ്ങനെ ദ്വാരകയിൽ നിന്നും ലാസ്റ്റ് സ്ട്രെച്ച് ഓഖയിലേക്ക് പോകാൻ റെഡിയായി. ദ്വാരക അമ്പലത്തിനടുത്ത് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതിന് ഭയങ്കര സങ്കടമുണ്ട്. കാരണം ക്യാമറ എടുത്ത് കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് 1-2 വീഡിയോസ് എടുക്കാമായിരുന്നു സത്യം പറഞ്ഞാൽ. ശരിക്കും നല്ല വൃത്തിയായിട്ട് പടം എടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ചുറ്റും കടകളും ഇതുവരെ ഭയങ്കര കൺജസ്റ്റഡ് ഏരിയ ആണ്. അപ്പം നമുക്ക് അത്ര വൃത്തിക്ക് പടം എടുക്കാൻ പറ്റില്ല. അപ്പോൾ സോംനാഥ് പോയപ്പോൾ സോംനാഥ് അമ്പലമൊക്കെ നമുക്ക് സൈഡിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഭയങ്കര തിരക്കാണ് അവിടെ. അത് ഇന്നത്തെ ഭയങ്കര തിരക്കുള്ള ദിവസമായിരുന്നു. ഇന്ന് അവിടുത്തെ ഗൈഡ് പറയുന്നത് ഒറ്റ ലൈനേ ഉള്ളൂ ഉള്ളിലേക്ക്. അത് സത്യമാണെന്ന് തോന്നുന്നു.
ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ ദ്വാരക ഇവിടെ മീൻ സീ ലെവലിൽ നിന്ന് 7.39 മീറ്റർ, ഇപ്പോൾ വെറും 7.39 പൊക്കമാണ്. അപ്പോൾ ദ്വാരക കഴിഞ്ഞു. ഇനി ഈ വണ്ടിക്ക് എന്നോട് സ്റ്റോപ്പൊന്നുമില്ല, നേരെ നോൺ സ്റ്റോപ്പ് റണ്ണാണ് അവിടെ വരെ, ഓഖ വരെ. അതെനിക്കൊന്ന് ദ്വാരകയിലവർക്ക് ശരിക്കും ആവശ്യത്തിന് സൗകര്യം ഇല്ലാഞ്ഞുകൊണ്ടാണ് തോന്നുന്നു ഓഖ വരെ റെയിൽവേ ഇട്ടത്. ഞങ്ങളുടെ ഓഖല പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കൊന്ന് ഫ്രൈറ്റ് കണക്ടിവിറ്റി ഉണ്ടെന്ന്, ഫ്രൈറ്റ് അത്യാവശ്യം വരുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഞാനവിടെ കുറച്ചധികം G9 G12 ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു സ്റ്റേഷനിൽ. വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അത് കണ്ടായിരുന്നു. വരാവല പോലെ തന്നെ ഇവിടെ തെങ്ങുണ്ട് കേട്ടോ. തെങ്ങ് ഞാൻ കോസ്റ്റൽ ഗുജറാത്ത് തേങ്ങയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ വരാവലിന് അത്ര ഒന്നുമില്ല. ഇവിടുന്ന് എങ്ങോട്ടും ഒരു സൈഡിങ് പോകുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ സൈഡിങ് ആണ് തോന്നുന്നത്. എന്തിൻ്റെ ഒരു ഫാക്ടറി ഉണ്ട് ഇവിടെ. ടാറ്റ കെമിക്കൽസ് ഓരോ ഫാക്ടറി ഇപ്പോഴത്തെ സൈഡിലും മറ്റ് റെസിഡൻഷ്യൽ ഏരിയ അപ്പുറത്തെ സൈഡിലും തോന്നുന്നു. ആ ദൂരെ കാണുന്നതാണ് ബേഡ് ദ്വാരകയിലേക്ക് പോകുന്ന പാലം. ഞാൻ ഇന്ന് പറ്റിയാൽ പോകും, മൂടുണ്ടെങ്കിൽ. പക്ഷെ നല്ലൊരു തലവേദനയുണ്ട്, കുറേ വെയിലും ഉണ്ട്, അതിൻ്റെ നല്ല തലവേദനയായി. നമുക്ക് പോകാൻ പറ്റുമെന്നറിയില്ല. ഇപ്പം നമ്മളങ്ങനെ ദ്വാരകയിലേക്ക് കയറാറായി. ബേഡ് ദ്വാരക പാലം നമുക്ക് അടുത്ത് കാണും. ഇപ്പോൾ ബേഡ് ദ്വാരക പാലം നല്ലൊരു ഭംഗിയുള്ള പാലമാണ്. എൻ്റെ റൂമിൽ നിന്ന്, ഞാൻ എടുത്തിരിക്കുന്ന ഹോട്ടൽ റൂമിൽ നിന്ന് നേരെ നോക്കി കാണുന്ന പാലമാണ്. അടിപൊളിയാണ്, അത് നല്ല രസമുണ്ട് കാണാൻ. ഇത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഇതിനകത്ത് അവർ മറ്റേ ഇത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ PD ചാർജറും QC36W ചാർജറും കൊടുത്തിട്ടുണ്ട്, രണ്ടെണ്ണം. അങ്ങനെ പിന്നെ ഒരു പ്ലഗ് പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വേറെ മറ്റേ ചെറുപറ പ്ലഗ് പോയിൻറ്റ്സ് കൊടുക്കുക ഒന്നുമില്ല. അത് വ്യത്യാസത്താണ് നോട്ടീസ് ചെയ്തത്. ഇപ്പോഴത്തെ സൈഡിലാണെങ്കിൽ USB മാത്രമേ കൊടുത്തിട്ടുള്ളൂ.
നമ്മളങ്ങനെ ഓഖയിലേക്ക് വരുന്നത് ഒരു സ്റ്റേബിളിംഗ് ലൈനാണ്. റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു സ്റ്റേബിളിംഗ് ലൈനാണ്. ഈ സ്റ്റേബിളിംഗ് ലൈൻ സത്യമായി ഞാൻ എൻ്റെ ഹോട്ടൽ റൂമിൽ നോക്കുമ്പോൾ ഈ സ്റ്റേബിളിംഗ് ലൈനും ആ സുദർശൻ സേതു, അതായത് ആ ബേട്ട് ദ്വാരകയിലോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതില്ലേ, അതുമാണ് കാണുന്നത്. അവിടെ 2 സ്റ്റേബിളിംഗ് ലൈൻസ് ഉണ്ട്. ഇന്ന് പണ്ട് ഗുഡ്സ് അൺലോഡിങ് ഷെഡ് ആയിരുന്നു. നമ്മുടെ ഗുഡ്സിൻ്റെ ഇത് കാണാം, ഷെഡ് കാണാം. ഇന്ന് പണ്ട് ഗുഡ്സ് അൺലോഡിങ് ആയിരുന്നു തോന്നുന്നു. ദൂരെ ബേട്ട് ദ്വാരകയിലോട്ട് പോകുന്ന സുദർശൻ സേതു കാണാൻ പറ്റുന്നുണ്ടാവും. ആ പാലത്തിന് പേര് സുദർശൻ സേതു എന്നാണ്. നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലോട്ടാണോ ചെന്ന് കയറാൻ പോകുന്നത്? എന്തായാലും 1-ലേക്കല്ല, കാര്യം 1-ൽ ഓൾറെഡി നമ്മുടെ ഇത് കിടക്കുന്നുണ്ട്. ഓഖ വെരാവൽ എക്സ്പ്രസ്സിൻ്റെ റേക്ക് നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. 2 അല്ല 3 നമ്മുടെ ഓഖ എറണാകുളത്തിന് റേക്ക് അവിടെ പോയാവോ? 3-ലേക്ക് പോകും നമ്മൾ. ആഹാ, പിന്നെ നമ്മൾ ഓഖയിലത്തെ 3 പ്ലാറ്റ്ഫോം നമ്മളിന്ന് കവർ ചെയ്തു. 1, 2, 3. അടിപൊളി. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളങ്ങനെ ഓഖ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഓഖയിലേക്ക് എത്തുകയാണ്. ഓഖ ജംഗ്ഷനല്ല, ഒരു ടെർമിനൽ സ്റ്റേഷനാണ്. ഇതിനപ്പുറത്തോട്ട് കടക, പിന്നെ അപ്പുറത്തോട്ട് ട്രാക്കൊന്നും പോകുന്നില്ല. നമ്മുടെ എറണാകുളം എക്സ്പ്രസ്സിൻ്റെ റേക്ക് എനിക്കൊന്ന് ഇത് കൊണ്ടുപോയി തോന്നുന്നു അവർ. എറണാകുളം എക്സ്പ്രസ്സിൻ്റെ റേക്ക് പിറ്റ് ലൈനിൽ കൊണ്ടുപോയി തോന്നുന്നു. സെക്കൻഡറി ഉണ്ടാവും ചിലപ്പോൾ ഇവിടെ. വത്സാദ് ഷെഡിൻ്റെയാണ് ലോക്കോ. നമ്പർ വായിക്കാൻ പറ്റുന്നില്ല. 39193. അതാണ് ഇന്നത്തെ ഓഖ വെരാവൽ എക്സ്പ്രസ്സിൻ്റെ ലോക്കോ. ഇവിടെ ഒരു വാപ്സോർ കിടക്കുന്നുണ്ട്, 22392 വട്ടുവയുടെ. ഇത് രാജ്കോട്ട്, ഓഖ രാജ്കോട്ട് പാസഞ്ചർ. നാളെ നമ്മുടെ ട്രെയിനിനെ കൊണ്ടുപോകുന്ന ലോക്കമാണ് 37371. അപ്പുറത്തെ 3700 നമ്മളിപ്പോൾ കൊണ്ടുവന്ന ലോക്കം കിടക്കുന്നു. അപ്പോൾ നമുക്ക് പതുക്കെ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങിയേക്കാം. ഇതേ ഉള്ളൂ വഴി, വേറെ വഴിയൊന്നുമില്ല. കുറേ ദൂരം നടക്കണം.